ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ സദ്യയ്ക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണം നിരാകരിച്ചതിനാൽ ദൈവം പിന്നീട് ജാതികളെ ക്ഷണിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചുങ്കക്കാരെയും വേശ്യകളെയും സമൂഹ ഭ്രഷ്ടന്മാരെയും സകലവിധ പാപികളെയും ക്ഷണിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 21-32 വാക്യങ്ങൾ കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനിടയിൽ ഗോതമ്പും കളയും ഉണ്ടായിരുന്നു എന്നതും ചിന്തനീയമാണ്. അതെ, ഒരേ വലയിൽ തന്നെ നല്ലതും ചീത്തയുമായ മത്സ്യമുണ്ടായിരുന്നു. ഇവിടെ ഈ വിവാഹ ക്ഷണത്തിൽ വിവാഹ വസ്ത്രം ഇല്ലാതെ, അഥവാ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുവൻ അതിനകത്ത് വരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും പിന്നീട് അവനെ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് കയ്യും കാലും കെട്ടി തള്ളിക്കളയുവാൻ ആവശ്യപ്പെടുന്നതുമാണല്ലോ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നാം വിശ്വാസത്താൽ ധരിക്കുന്ന ക്രിസ്തുവിന്റെ നീതി വസ്ത്രത്തെയാണ് ഈ കല്യാണ വസ്ത്രം കാണിക്കുന്നത്. റോമാലേഖനം 13-14, ഗലാത്യ ലേഖനം 3-26-27, ഫിലിപ്പിയ ലേഖനം 3-8-9 ഒക്കെ വാക്യങ്ങൾ അത് കൂടുതൽ വ്യക്തമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഥവാ റോമാലേഖനം 13-14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി നാം ക്രിസ്തുവിന്റെ ജീവിതം അനുകരിക്കുകയും തൻ്റെ തത്വങ്ങൾ സ്വീകരിക്കുകയും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനെ പോലെ ആകുകയും അവനോട് ഐകമത്യപ്പെടുകയും ഏകീഭവിച്ചവരാകുകയും ചെയ്യേണ്ടതാണ് എന്നാണ് അത് നമ്മോട് കൽപ്പിക്കുന്നത്. ദുർനടപ്പിന്റെയും ജഡാഭിലാഷങ്ങളുടെയും പൂർണ്ണമായ പരിത്യജനത്തിന് ഇത് ആഹ്വാനം നൽകുന്നതും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതെ, യഥാർത്ഥമായി ക്രിസ്തുവിനെ ധരിക്കുന്ന, അണിയുന്ന ആ അവസ്ഥ. അതല്ലാതെ ഇവിടെ ഈ വ്യക്തി കടന്നുകൂടിയതുപോലെ ഇന്ന് അനേകർ സഭയ്ക്കുള്ളിൽ കടന്നുകൂടുന്നുണ്ട്, ശുശ്രൂഷ ഗണങ്ങളിൽ കടന്നുകൂടുന്നുണ്ട് എന്നതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പുറമെ പലവിധമായ അലങ്കരിക്കപ്പെട്ട വസ്ത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ചുകൊണ്ട് അനേകർ ഇന്ന് കർത്താവിന്റെ വേലയുടെ മുഖത്തുണ്ട്. ചിലപ്പോൾ വലിയ പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം പുരോഹിത ഗണം നടക്കുമ്പോൾ ഒരുപക്ഷെ അതേപോലെയുള്ള വലിയ പുരോഹിത വസ്ത്രങ്ങളോ അങ്ങനെയുള്ള മുതലവായം തൊപ്പികളോ അംശപടികളോ വേർപെട്ട പലരുടെ കയ്യിലും ഇല്ലെങ്കിലും പല മുന്തിയ കോട്ടും ടൈയും ഒക്കെ അണിഞ്ഞ് പല നിലകളിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു കൂട്ടം ഗണത്തെ ശുശ്രൂഷാ ഗണങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അരുമനാഥൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവനോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് അവനോട് തന്നെ ചോദിക്കേണ്ടുന്നതായ ഒരു കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ളവരെല്ലാം യഥാർത്ഥമായി മാനസാന്തരപ്പെടേണ്ടുന്ന ഒരു അന്ത്യകാലഘട്ടത്തിലൂടെ സഭ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ ചോദ്യം നമ്മോട് ചോദിക്കുക. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഇത് ചോദിക്കുന്ന ഒരു നാൾ നമുക്കെല്ലാവർക്കുമുണ്ട്. മറുപടി പറയേണ്ടുന്നതായ ഒരു ദിവസം വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യാം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മഹത്വം ദൈവത്തിന്, ഘോഷിത്തിൻ യാഹിൻ നാമം.
യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ.